അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച വാട്ടർ ATM പൂട്ടിയ നിലയിൽ തുടരുന്നു. വാട്ടർ അതോറിറ്റിയുടെ അറിവില്ലാതെ കുടിവെള്ളം കടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ ഗ്രാമപഞ്ചായത്തിൽ 5 ലക്ഷം രൂപ ചിലവിൽ സ്ഥാപിച്ച വാട്ടർ ATMനാണ് ഇപ്പോൾ പൂട്ട് വീണിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രോജക്റ്റായിരുന്നു ഇത്. കഴിഞ്ഞ മാർച്ച് 6-ന് അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിൻസി ഐവിനായിരുന്നു ATMന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചത്. മെഷീന്റെ പുറത്ത് നിലവിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും പേര് വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ പദ്ധതി ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ആവശ്യത്തിനായി നൽകിയ കുടിവെള്ള കണക്ഷൻ ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതോടെ വാട്ടർ ATMലേക്കുള്ള കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. തീർത്തും നിരുത്തരവാദിത്വപരമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റി വന്ന കണക്ഷൻ കട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത്. കണക്ഷൻ കട്ട് ചെയ്തിട്ടും ഇത് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മെഷീൻ ദിവസങ്ങളോളം ഓണാക്കിയിടുന്നൊരു സ്ഥിതി പോലും ഉണ്ടായി. ഏറ്റവും അവസാനം അത് ഓഫ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്ന് ഓഫീസിൽ പറഞ്ഞിട്ട് പോലും അത് ഓഫ് ചെയ്യാത്ത അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ എഴുതി ലെറ്റർ മുഖാന്തരം അവരെ ബോധിപ്പിച്ചതിന് ശേഷമാണ് അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് KSEB ഉൾപ്പെടെ കത്ത് കൊടുത്തിട്ടുണ്ട്, അത് പുതിയ മീറ്റർ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിൽ പഞ്ചായത്ത് തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ രീതി പെരുമാറി ജനങ്ങളുടെ സാധാരണക്കാരുടെ നികുതിപ്പണമായിട്ടുള്ള 5 ലക്ഷം രൂപ ഇപ്പോൾ ഒരു ഉപയോഗം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇതിന് വിജിലൻസിന് പോകുന്നുണ്ട്. വിജിലൻസിന് പരാതി കൊടുത്ത് തീർച്ചയായിട്ടും ഇതിനെതിരെ ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനം, ഒരു പദ്ധതി വയ്ക്കുമ്പോൾ ആ പദ്ധതി പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. അത് ഇതൊന്നും അല്ലാതെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, കമ്മീഷൻ മാത്രം ലക്ഷ്യം വെച്ച് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷത്തോളം രൂപ ചെലവിട്ടുകൊണ്ടാണ് പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കിയത്. RJ എന്റർപ്രൈസസ് പള്ളിപ്പുറം എന്ന സ്ഥാപനത്തിനായിരുന്നു പദ്ധതിയുടെ നിർമ്മാണ ചുമതല. പദ്ധതിക്കായുള്ള കുടിവെള്ള, ഇലക്ട്രിക് ലൈൻ എന്നിവ നൽകിയിരുന്നതും നിലവിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് തന്നെയാണ്. നിയമലംഘനത്തിന്റെ കാഠിന്യം അനുസരിച്ച് പിഴയോ ശിക്ഷയോ ലഭിക്കുന്ന കുറ്റവുമാണ്. വാട്ടർ അതോറിറ്റി സെക്ഷൻ പ്രകാരം അതോറിറ്റി നൽകുന്ന കുടിവെള്ളം വിൽപ്പന നടത്തുവാൻ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അധികാരമില്ല എന്നുള്ള നിയമം നിലനിൽക്കെ ദുരുപയോഗം ചെയ്തതാണ് നടപടികൾക്ക് കാരണമായത്. വിസ്മയ ന്യൂസ്, കടക്കാവൂർ.